നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. യൂണിവേഴ്സിറ്റി 6th സെമ്മിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. മാർച്ച് 22 മുതലാണ് 6th സെം പരീക്ഷ ആരംഭിക്കുന്നത്. 5th സെമ്മിൻ്റെ റിസൾട്ട് വന്നു. 5th സെമ്മിൻ്റെ സൂപ്പർ സപ്ലിക്ക് അപ്ലൈ ചെയ്യാനും വന്നു. 6th സെമ്മിൻ്റെ പരീക്ഷ കഴിയുമ്പോൾ 5th സെമ്മിൻ്റെ സൂപ്പർ സപ്ലി കാണും. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ലാസ്റ്റിലോ അല്ലെങ്കിൽ മെയ്യിലോ 4th സെമ്മിൻ്റെ ടൈം ടേബിൾ വരുന്നതായിരിക്കും. അപ്പോഴായിരിക്കും 4th സെമ്മിൻ്റെ പരീക്ഷ. അതേപോലെ തന്നെ PG 3rd സെമ്മിൻ്റെ വാല്യുവേഷൻ 18-ാം തീയതി ആരംഭിക്കും. ഡിഗ്രി 1st സെമ്മിൻ്റെ വാല്യുവേഷൻ 21-ാം തീയതി ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകളെല്ലാം ഓഡ് സെമ്മിൻ്റെ പരീക്ഷകളെല്ലാം നവംബർ ഡിസംബർ മാസത്തിലും ഈവൻ സെമ്മിൻ്റെ പരീക്ഷകളെല്ലാം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ടുകളും അധികം വൈകാതെ വന്നുകൊണ്ടിരിപ്പുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. കേരള യൂണിവേഴ്സിറ്റിയിൽ PG 3rd സെമ്മിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി 3rd സെമ്മിൻ്റെ പരീക്ഷയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡിഗ്രി 5th സെമ്മിൻ്റെ വാല്യുവേഷൻ നടക്കുന്നു. PG 2nd സെമ്മിൻ്റെ വാല്യുവേഷൻ നടക്കുന്നു. PG 1st സെമ്മിൻ്റെ വാല്യുവേഷൻ ഏകദേശം അവസാനിച്ചു. ചില വിഷയങ്ങൾ തീർന്നു, ചിലത് അവസാനിക്കാറായി. റിസൾട്ടുകൾ 2 ആഴ്ച ഉള്ളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അവരുടെ PG 1st സെമ്മിൻ്റെ പരീക്ഷ മിക്കവാറും ജൂണിലായിരിക്കും. ഇനി വെക്കേഷനിൽ നടത്തുകയാണെങ്കിൽ ഏപ്രിൽ ലാസ്റ്റിലോ മെയ്യിലോ പ്രതീക്ഷിക്കാം. അല്ല എങ്കിൽ ജൂണിൽ പ്രതീക്ഷിക്കാം. ജൂണിൽ PG 2nd സെമ്മിൻ്റെ റിസൾട്ട് വരും. അത് കഴിഞ്ഞ ഉടനെ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ 2nd സെമ്മിൻ്റെ പരീക്ഷ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ 2nd സെമ്മിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. 4ാം സെം MCA പരീക്ഷയ്ക്ക് കൂടുതൽ പേപ്പറുകൾ ഇൻക്ലൂഡ് ചെയ്തു. 9ാം സെമസ്റ്റർ IMCAയ്ക്കും പ്രാക്ടിക്കൽ 6ാം സെമസ്റ്റർ MSc മെഡിക്കൽ ബയോകെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ ഡേറ്റ്. പരീക്ഷാഫലം 3 മുതൽ 8 വരെയുള്ള സെമസ്റ്റർ മേഴ്സി ചാൻസ് BTech പരീക്ഷയുടെ റിസൾട്ട് വന്നു. 2ാം സെമസ്റ്റർ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സിൻ്റെ റിസൾട്ട് വന്നു. പ്രാക്ടിക്കൽ 2ാം സെമസ്റ്റർ IMCAയുടെ 2ാം സെമസ്റ്റർ CBSE BA പ്രൈവറ്റിൻ്റെ റിസൾട്ട് വന്നു. MA MSc പ്രോഗ്രാമുകളുടെ 4ാം സെമസ്റ്റർ റിസൾട്ട് വന്നു. 1ാം സെമസ്റ്റർ MSc ഫിസിക്സ് സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് റിസൾട്ട് വന്നു. 6ാം സെമസ്റ്റർ BVOC പരീക്ഷ മാർച്ച് 22-ന് ആരംഭിക്കും. 6ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MA പ്രോഗ്രാം ഇൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് പരീക്ഷയുടെ പ്രോജക്റ്റ് പരീക്ഷയുടെ ഡേറ്റ്. 7-8 സെമസ്റ്റർ BTech CPAS 1 മുതൽ 6 വരെ സെമസ്റ്റർ CPAS പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. 8ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BA LLB BBA LLB BCom LLB പരീക്ഷയ്ക്ക് മാർച്ച് 20 വരെ ഫീസ് അടച്ച് ഏപ്രിൽ 5-ന് തുടങ്ങുന്ന 1ാം സെമസ്റ്റർ BPS പരീക്ഷയുടെ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ കരാർ നിയമനം, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കരാർ നിയമനം. പരീക്ഷാഫലം സെപ്റ്റംബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BCom LLB BA LLB റിസൾട്ടുകൾ വന്നു. 1-2 സെമസ്റ്റർ MA മലയാളം പ്രൈവറ്റിൻ്റെ റിസൾട്ട് വന്നു. 1-2 സെമസ്റ്റർ BCom പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ റിസൾട്ട് വന്നു. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 15-ന് തുടങ്ങുന്ന 3ാം സെമസ്റ്റർ ത്രിവത്സര യൂണിറ്ററി LLB, 3ാം സെമസ്റ്റർ ത്രിവത്സര LLB, 2ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BA LLB BBA LLB BCom LLB പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 4ാം സെമസ്റ്റർ LLM പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 2ാം സെമസ്റ്റർ LLM പരീക്ഷയ്ക്ക്. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. ഹയർ എഡ്യൂക്കേഷൻ സർവേ പരീക്ഷാഫലം 2ാം സെമസ്റ്റർ BA ഓണേഴ്സിൻ്റെ പ്രാക്ടിക്കൽ എൻജിനീയറിങ്ങിൻ്റെയാണ്. ടൈം ടേബിൾ 5ാം സെമസ്റ്റർ BSc മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ന്യൂജൻ ഡബിൾ മെയിൻ ഡിഗ്രിയുടെ പ്രോജക്റ്റിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 22-ാം തീയതിയാണ് പരീക്ഷ. 7ാം സെമസ്റ്റർ കോഴ്സ് കോഡിൽ വരുന്ന BTech പാർട്ട് ടൈം റീസ്ട്രക്ചേർഡ് 5ാം സെമസ്റ്റർ പരീക്ഷയുടെ 7ാം സെമസ്റ്റർ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ജനുവരി വിജ്ഞാപനം ചെയ്ത BPEd പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ അറബിക് ടൈപ്പിംഗ്. കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. മാർച്ചിൽ അപേക്ഷിക്കേണ്ട പ്രവേശന തീയതികളുടെ വിവിധ യൂണിവേഴ്സിറ്റിയുടെയൊക്കെയാണ്. ടൈം ടേബിൾ 1ാം സെമസ്റ്റർ MCA MTech മേഴ്സി ചാൻസിൻ്റെ 5ാം സെമസ്റ്റർ BCom അക്കൗണ്ട് ആൻഡ് ഡാറ്റ സയൻസ് ന്യൂ ജനറേഷൻ ഡബിൾ മെയിൻ ഡിഗ്രി പരീക്ഷയുടെ പ്രാക്ടിക്കൽ.
6ാം സെമസ്റ്റർ BA ഓണേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. 2ാം സെമസ്റ്റർ ന്യൂ ജനറേഷൻ ഡബിൾ മെയിൻ BA BSc BCom ടൈം ടേബിൾ വന്നിട്ടുണ്ട്. എഞ്ചിനീയറിങ്ങിൻ്റെ 4ാം സെമസ്റ്റർ BTechൻ്റെ പരീക്ഷാഫലം ഡിസംബറിൽ നടത്തിയ സർട്ടിഫിക്കറ്റ് ഇൻ ജർമ്മൻ, ഡിപ്ലോമ ഇൻ ജർമ്മൻ പരീക്ഷയുടെ റിസൾട്ട് വന്നു. വിദൂര വിദ്യാഭ്യാസം ഒക്ടോബർ നടത്തിയ 1-2 സെമസ്റ്റർ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൻ്റെ പരീക്ഷാ വിജ്ഞാപനം. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് 4ാം സെമസ്റ്റർ MSc ബയോടെക്നോളജിയുടെയാണ്. പ്രാക്ടിക്കൽ 3ാം സെമസ്റ്റർ BSc ഇലക്ട്രോണിക്സിൻ്റെ, 3ാം സെമസ്റ്റർ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ടൈം ടേബിൾ. 7ാം സെമസ്റ്റർ BHM CT അസസ്മെൻറ്റ് സമർപ്പണം, സൂക്ഷ്മ പരിശോധന. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.